ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. ഐ എം രാജി. അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീരീസ് മിട്ടോരി ഡേയ്സ്. അപ്പം നമുക്ക് കഥയിലേക്ക് കിടക്കാം. അങ്ങനെ മിട്ടോരി ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ സേജ് ഓപ്പോസിറ്റിൽ കൂടെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം നമ്മുടെ മിട്ടോരി പതിവ് പോലെ ഇഷ്ടമാണെന്നുള്ള കാര്യം എങ്ങനെ പറയാന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കുകയായിരിക്കും അവൾ അവിടെ. അപ്പം സേജ് ഇങ്ങനെ ക്രോസ് ആയി പോകും. പക്ഷെ മിട്ടോരിക്ക് തൻ്റെ ഫീലിങ്സോ അവനോടുള്ള ഇഷ്ടമോ അവൾക്ക് പറയാൻ സാധിക്കില്ല. അവൾ അങ്ങനെ തന്നെ നിൽക്കും. അപ്പം അവൾ അവിടെ നിൽക്കുന്നത് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പബ്ലിക് പാർക്കിലായിരിക്കും അവൾ നിൽക്കുക. അപ്പത്തേനും അവൻ ക്രോസ് ചെയ്ത് പോകുമ്പോഴത്തേനും അവിടെയുള്ള ഫൗണ്ടെയിനിൽ വെള്ളം വരും. അവൾ ആ ഫൗണ്ടെയിനും നോക്കിയിട്ട് വിഷമത്തോടു കൂടെ അങ്ങനെ നിൽക്കും. അങ്ങനെ അടുത്ത സീൻ കാണിക്കുന്നത് ഒരു പൂച്ചയാണ്. രണ്ട് പൂച്ചകള്. അതിലൊരു പൂച്ച വന്നിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പൊ ആ പെൺപൂച്ച പതിവ് പോലെ പറഞ്ഞ് മോന്തയും കാണിച്ചിട്ട് അങ്ങനെ നടന്നു പോകും. അങ്ങനെ നമ്മുടെ സേജ് പഠിച്ചോണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ സേജ് എവിടെ കിടന്ന് കാറുമ്പോ എനിക്കിതൊന്നും മനസ്സിലാവണില്ലല്ലോ പണ്ടാരെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ സേജിക്ക് പെട്ടെന്ന് ഒരു ആലോചന വരും. മിട്ടോരി എന്തായാലും നമ്മുടെ ഏജ് അല്ലേ, പഠിച്ചോണ്ടിരിക്കുകയല്ലേ. അപ്പൊ മിട്ടോരിന്റെ അടുത്ത് ഈ ടെസ്റ്റ് നാളെ എടുക്കാൻ പറയാന്ന് പറഞ്ഞിട്ട് അവൻ ഐഡിയ ഇടും. മിട്ടോരിന്റെ അടുത്ത് പറയും നമുക്കൊരു ഗെയിം കളിച്ചാലോ എന്ന് ചോദിക്കും. അപ്പൊ മിട്ടോരി പറയും അത് നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് അവളും കളിക്കാൻ വേണ്ടിട്ട് സമ്മതിക്കും. എന്നിട്ട് സേജ് പറയും നമുക്ക് റോക്ക് പേപ്പർ സീസർ നമുക്ക് കളിക്കാം. കളിച്ചിട്ട് തോക്കുന്ന ആൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിച്ച ആൾ എന്താണോ പറയണത് അത് കേൾക്കണം എന്ന് പറയും. അപ്പൊ മിട്ടോരി ആലോചിച്ചിട്ട് ശരി സമ്മതിച്ചു എന്ന് പറയും. നമ്മുടെ മിട്ടോരി എന്താണെന്നറിയ വിചാരിച്ചിട്ടുണ്ടാവുക സേജ് എന്തെങ്കിലും കുറുമ്പുത്തരം കാണിക്കും എന്നുമായിരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് രണ്ടുപേരും കൂടിയിട്ട് കളിക്കാൻ വേണ്ടിട്ട് ഒരുങ്ങും. അങ്ങനെ ഫസ്റ്റ് കളിക്കും. അതിൽ നമ്മുടെ മിട്ടോരി ജയിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ സേജി 3 പ്രാവശ്യം കളിക്കാം. അതിൽ ബെസ്റ്റ് ആരാണോ വരുന്നത് അവരെ നമുക്ക് വിന്നറായിട്ട് ചൂസ് ചെയ്യാന്ന് പറയും. അപ്പൊ മിട്ടോരി ഓക്കെ പറയും. അങ്ങനെ 3 പ്രാവശ്യം കളിക്കും. നമ്മുടെ മിട്ടോരി ജയിക്കും. അപ്പൊ മിട്ടോരി പറയും ഞാൻ ജയിച്ചേന്ന് പറയും. അപ്പൊ നമ്മുടെ സേജിക്ക് സങ്കടം വന്നിട്ട് അവൻ പറയും ഞാൻ ഇത്രയും കാലം റോക്ക് പേപ്പർ സീസറിൽ ചാമ്പ്യൻ ആയിരുന്നു അറിയോ നിനക്ക് എന്ന് ചോദിക്കും. അപ്പൊ സേജ് പറയും പോട്ടെ സാരല്ല എന്ന് പറഞ്ഞിട്ട് അവൻ ആ ചെയറിൽ പോയി ഇരിക്കും. എന്നിട്ട് മിട്ടോരി ചോദിക്കും വിന്ന് ചെയ്ത ആൾക്ക് ലൂസേഴ്സിന്റെ അടുത്ത് എന്ത് വേണമെന്നുണ്ടെങ്കിലും ചോദിക്കാന്ന് പറഞ്ഞില്ലേ, ശരിക്കും ചോദിക്കാവോ എന്ന് ചോദിക്കും. അപ്പൊ സേജ് പറയും നീ ചോദിക്കുന്നു പറയും. ആണുങ്ങളായാൽ വാക്ക് പാലിക്കും. നീ എന്ത് വേണമെങ്കിലും ചോദിക്കാൻ പറയും. നിനക്ക് പുതിയ ഡ്രസ്സ് വേണോ അല്ലെങ്കിൽ നിനക്ക് വേറെ എന്തെങ്കിലും വേണോ, നീ എന്ത് വേണമെങ്കിലും ചോദിക്കും ഞാൻ തരാന്ന് പറയും. അപ്പൊ മിട്ടോരി എന്താണെന്നറിയോ ചോദിക്കുക നീ എന്നെ സ്നേഹിക്കുന്നു ഐ ലവ് യു എന്ന് പറയോ ചോദിക്കും. പ്ലീസ് എന്ന് പറയും. അപ്പൊ നമ്മുടെ സേജിയുടെ മുഖം ചുവന്നു വരും. എന്നിട്ട് സേജ് എവിടെ കിടന്ന് കാറും നിനക്ക് വേറെ ഒന്നും ചോദിക്കാൻ കിട്ടിയില്ല, ഞാൻ അതൊന്നും പറയൊന്നുമില്ല, നീ പോയി നിന്റെ പണി നോക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പൊ നമ്മുടെ മിട്ടോരി വിടില്ല. മിട്ടോരി പറയും നീയല്ലേ പറഞ്ഞത് തോറ്റവര് ജയിച്ചവര് പറയണ എന്താണോ അതനുസരിക്കണമെന്ന്, മര്യാദയ്ക്ക് പറയാൻ പറയും. അപ്പൊ അവൻ അവിടെ കിടന്ന് പിന്നെയും കാറുവോ എന്താണോ ചെയ്യാ ദൈവമേ ഇതെങ്ങനെ പറയും എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ഇരിക്കും. എന്നിട്ട് മിട്ടോരി പറയും എനിക്ക് ആ വേർഡ്സ് നിന്റെ വായിൽ നിന്ന് കേൾക്കണമെന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നീ പറയാന്ന് പറയും. എന്നിട്ട് സേജ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും സേജ് വിട്ടുതരല്ലേ, ആണുങ്ങളായ വാക്ക് പാലിക്കും, ഇതൊരു ജസ്റ്റ് വേർഡ് അല്ലേ, ഇത് പറയാന്ന് പറഞ്ഞിട്ട് അവൻ പറയാൻ വേണ്ടിട്ട് വരും. ഐ ലവ് എന്ന് പറഞ്ഞിട്ട് പറയാൻ വേണ്ടിട്ട് വരും. അവന് പറ്റുണ്ടേ ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ മിട്ടൂര് ഇങ്ങനെ കണ്ണു ആകാംക്ഷയോടെ തള്ളി ഇങ്ങനെ നോക്കിയിരിക്കും അവൻ പറയണ കേൾക്കാൻ വേണ്ടിട്ട്. അവൻ കൊറേ ട്രൈ ചെയ്യും പറയാൻ വേണ്ടിട്ട്, പക്ഷെ അവനെ കൊണ്ട് പറയാൻ പറ്റില്ല. അപ്പൊ സേജ് പറയും ഇത് വിട്, ഇത് വേണ്ടാന്ന് പറയും. അപ്പൊ നമ്മുടെ മിട്ടൂര് പറയേ എന്നോട് ഇങ്ങനെ ചെയ്യല്ലേ, നീ പറയെന്ന് പറയും. എന്നിട്ട് സേജ് എന്ത് പറയുന്നറിയോ എനിക്കിത് വേണ്ട, എനിക്ക് ഹോംവർക്ക് ഉണ്ട് ചെയ്യാൻ, നീ ഒതുങ്ങെന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് നിന്ന് നീങ്ങിയിട്ട് അവൻ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. അപ്പൊ സേജ് ഇങ്ങനെ ഹോംവർക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അവനിങ്ങനെ മനസ്സിൽ കരുതും ഞാൻ എത്ര പെൺപിള്ളേരുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുള്ളതാ, പക്ഷെ എന്തുകൊണ്ട് എനിക്ക് മിഡോരിന്റെ അടുത്ത് പറയാൻ സാധിക്കുന്നില്ല. മിഡോരി പറഞ്ഞില്ല കള്ളായിട്ട് പറഞ്ഞാൽ മതി, പക്ഷെ എനിക്ക് എന്തുകൊണ്ട് അവളുടെ അടുത്ത് അങ്ങനെ പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും. എന്നിട്ട് മിഡോരി എന്ത് ചെയ്യുന്നറിയോ പെട്ടെന്ന് സേജിനെ വിളിക്കും. സേജിനെ വിളിച്ചിട്ട് സേജ് എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാണ്ട് ഐ ലവ് യു എന്ന് പറയും. മിഡോരി പറയും നീ എന്തായാലും എന്നോട് പറയുന്നില്ല, പക്ഷെ എനിക്ക് നിന്നോട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, അതാ ഞാൻ നിന്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞെന്ന് പറയും. എന്നിട്ട് സേജ് പറയും ഇതൊക്കെ നിനക്ക് രാത്രി പറഞ്ഞാൽ പോരെ, എനിക്ക് പഠിക്കാണ്ട് ഹോംവർക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് കാറും. എന്നിട്ട് സേജ് പറയും നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, രാത്രിയായില്ല കുറച്ചു നേരം പോയി കിടന്ന് ഉറങ്ങുന്നു പറയും. അപ്പൊ മിഡോരി പറയും ശരി ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് നോക്കും. അപ്പൊ അവൻ ഇങ്ങനെ തലതിരിഞ്ഞ് നിൽക്കും. അങ്ങനെ ആ സീൻ അവിടെ കട്ടായി. അടുത്ത സീൻ തുടങ്ങും. നമ്മുടെ ടാക്കൊക്കെ ഇങ്ങനെ സ്കൂളിലേക്ക് നടന്നു വരികയാണ്. എന്നിട്ട് അവളിങ്ങനെ ആലോചിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഫ്രണ്ട്സിന്റെ ഒപ്പമൊക്കെ പോയില്ലേ, അതിരുന്ന് ആലോചിക്കുകയാണ് അവള് ഞാനെന്താ സേജിനെ കിസ് ചെയ്യാത്തത്, എന്താ അങ്ങനെ സംഭവിക്കാൻ കാരണം. പക്ഷെ ഞാനാണ് ടാക്കോയാണെന്ന് സേജിക്ക് അറിയില്ല. വേറെ ഏതോ പെണ്ണെന്ന് വെച്ചിട്ട് ഉമ്മ വയ്ക്കാൻ വരുന്നതിനെ കഴിഞ്ഞ് നല്ലത് ചെയ്യാതിരിക്കുകയല്ലേ നല്ലത് എന്ന് പറഞ്ഞ് ആലോചിച്ച് അവൾ ഇന്നത്തേക്കുള്ള പ്ലാനിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുകയായിരിക്കും. അവരുടെ എക്സാമിനുള്ള ഒരു സബ്ജക്റ്റ് അവളൊരു നോട്ട്ബുക്കിലൊക്കെ എഴുതി അതിന് പേപ്പർ വർക്കൊക്കെ ചെയ്തിട്ട് അവൾ കൊണ്ടുവന്നിട്ടുണ്ടാവും സേജിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അത് കാണുമ്പോൾ സേജി അവളുടെ ആ ഹാർഡ് വർക്കിനെ കണ്ടിട്ട് സേജിക്ക് അവളുടെ അടുത്ത് ഇഷ്ടമാകും, അവളെ കല്യാണം കഴിക്കാന്ന് പറയും. അങ്ങനെ അവൾ കരുതിയതുപോലെ അവൾക്ക് അങ്ങനെ സേജിനെ കല്യാണമൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് കരുതിയിട്ടായിരിക്കും അവൾ ഇതൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ടാവുക. അങ്ങനെ അവൾ പിന്നെയും മനസ്സിൽ കരുതുകയാണ്
എന്തായാലും സേജിക്ക് ഇത് ഇഷ്ടാവും. ഇത് നല്ല ലവ്ലി സ്റ്റഡി ടൈപ്പ് പ്ലാൻ അല്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിൽക്കുമ്പോഴത്തേനും നമ്മുടെ സേജി വന്നിട്ട് ഓയ് ടാക്കക്കോ എന്ന് വിളിക്കും. അപ്പൊ അവൻ ചോദിക്കും നീ എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേന്ന് ചോദിക്കും. അവള് പറയും ഞാനിവിടെ ചുമ്മാ നിൽക്കുവാ, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അപ്പൊ സേജി ചോദിക്കും നിന്റെ ഫേസ് എന്ത് റെഡ് ആയിരിക്കണേ, പനി എന്തേലും ആണോ എന്ന് പെട്ടെന്ന് അവളുടെ നെറ്റിയിൽ തൊട്ട് നോക്കും. അപ്പൊ നമ്മുടെ ടാക്കോയ്ക്ക് ഫേസ് ഒക്കെ പിന്നെ ഭയങ്കരമായിട്ട് റെഡിഷ് ആകും. അപ്പൊ അത് നമ്മുടെ മിറ്റോരി ഇങ്ങനെ നോക്കും. എന്നിട്ട് ടാക്കോ പറയും എനിക്ക് ഫീവറും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയും. ഇല്ല നിനക്ക് എന്തോ പ്രശ്നമുണ്ട്, നീ നല്ല ബാഡായിട്ട് സ്വെറ്റ് ആവുന്നുണ്ടല്ലോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ ടാക്കോ പറയും എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നല്ലേ ഞാൻ പറഞ്ഞത് എന്ന് പറയും. എന്നിട്ട് സേജി പറയും ആ ശരി എന്ന് പറഞ്ഞിട്ട് സേജി അങ്ങനെ ക്ലാസ്സിക്ക് പോകാൻ വേണ്ടിയിട്ട് നടക്കും. അപ്പോൾ നമ്മുടെ ടാക്കോ സേജി ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് പുറകെ വന്നിട്ട് ചോദിക്കും നീ ടെസ്റ്റിനൊക്കെ പഠിച്ചു കഴിഞ്ഞോ എന്ന് ചോദിക്കും. എന്നിട്ട് സേജി പറയും ഞാൻ പഠിച്ചു, പക്ഷേ അത്ര നന്നായിട്ട് പഠിച്ചിട്ടില്ല എന്ന് തന്നെ തോന്നുന്നതെന്ന് പറയും. അപ്പോൾ ടാക്കോ എന്ത് ചെയ്യും, ആ ബുക്ക് അവന് കൊടുക്കും. നോക്ക്, ഞാൻ ഇന്നത്തെ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷോർട്ടായിട്ട് എഴുതിയിട്ട് ഞാൻ അതിൽ പേപ്പർ വർക്ക് ചെയ്തിട്ടുണ്ട്, നീ പഠിച്ചിട്ട് എൻ്റെ അടുത്ത് തന്നെ തരണം എന്ന് പറയും. അപ്പം നമ്മുടെ മിറ്റോരിക്ക് കാര്യം മനസ്സിലാവും. അവൾ സേജിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവളുടെ ഹാർഡ് വർക്കൊക്കെ ഇട്ടതാണിത് എന്ന് പറഞ്ഞ് അവൾ ഇരുന്ന് നോക്കും. എന്നിട്ട് സേജി ചോദിക്കും നീ പഠിച്ചു കഴിഞ്ഞാൽ നിനക്കിത് വേണ്ടെന്ന് ചോദിക്കും. അപ്പോൾ ടാക്കോ പറയും ഇല്ല ഞാനെല്ലാം മെമ്മറൈസ് ചെയ്തിട്ടുണ്ട്, എനിക്കിതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. ടാക്കോ പറയും ഞാനിത് നിനക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്, സോ നോക്കിയും കണ്ടൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറയും അവൻ്റെ അടുത്ത്. എന്നിട്ട് സേജി ഇങ്ങനെ മനസ്സിൽ കരുതും അവളുടെ കൈ ഭയങ്കരം തന്നെ, നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അവളെന്ന് പറഞ്ഞിട്ട് അവൻ ആ ബുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് സേജി എന്ത് ചെയ്യുന്ന അറിയോ, ശരി ഞാൻ ഇത് പോയി പഠിച്ചിട്ട് ടെസ്റ്റ് എഴുതിയിട്ട് വരാം, ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ നടന്നു പോകും. പാവം നമ്മുടെ ടാക്കോ. എന്നിട്ട് ടാക്കോ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ഞാൻ എന്തെങ്കിലും അവൻ്റെ അടുത്ത് കാര്യമൊന്നും പറഞ്ഞാൽ മതിയായിരുന്നു, എന്താണ് എന്നെ കൊണ്ട് പറയാൻ കഴിയാത്തതെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ തലയും കുനിച്ച് നിൽക്കും. അപ്പം നമ്മുടെ മിറ്റോരി ഇത് നോക്കി നിൽപ്പുണ്ടാവും. എന്നിട്ട് മിറ്റോരി ഇങ്ങനെ മനസ്സിൽ കരുതാണ് എനിക്ക് അവളെ കാണുമ്പോൾ എൻ്റെ പഴയ കാലമാണ് എനിക്ക് ഓർമ്മ വരണത്. സെൽഫ് കോൺഫിഡൻസ് ഇല്ലാണ്ട് പറയാനുള്ള ഷൈ കാരണം ഒന്നും പറയാനും പറ്റില്ല, എന്ത് ബുദ്ധിമുട്ടാണത്. പക്ഷെ അവള് കുറച്ചും കൂടി ഒന്ന് ശ്രമിക്കായിരുന്നു, അന്ന് നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കായിരുന്നു അവൾക്ക് എന്ന് ഇങ്ങനെ മനസ്സിൽ കരുതും. അതൊക്കെ വിചാരിക്കുമ്പോൾ മിറ്റോരിക്കും നല്ല സങ്കടമാകും. അത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഗോഡ ട്രാഫിക് സിഗ്നലിൽ നിന്നിട്ട് നമ്മുടെ മിറ്റോരിയും ഗോഡയും ഒരുമിച്ചെടുത്ത ഫോട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ട് ആലോചിച്ച് നിൽക്കുകയാണ്. എന്താണ് മിറ്റോരി ഇങ്ങനെ എഴുന്നേക്കാത്തത്, ഞാൻ എന്താ ഇപ്പം മിറ്റോരിക്ക് വേണ്ടിയിട്ട് ചെയ്യാം. ഞാൻ സേജീൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ അവൻ്റെ അടുത്ത് അത്രയും ബെഗ് ചെയ്ത് ചോദിച്ചതാണ്, പക്ഷെ അവൻ വരാൻ വേണ്ടിയിട്ട് സമ്മതിച്ചില്ല. ഇനി ഞാൻ അടുത്ത് എന്താണ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ വിഷമത്തോടെ ആലോചിച്ച് നിൽക്കും. അപ്പൊ പെട്ടെന്ന് മിറ്റോരീൻ്റെ അമ്മ പറഞ്ഞത് അവന് ഓർമ്മ വരും. നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുക അത് നമുക്കിപ്പൊ ചെയ്തേ പറ്റുള്ളൂ മിറ്റോരിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞത് ഓർമ്മ വരും. ഇവൻ അവിടെ നിന്ന് ധൈര്യം സംഭരിച്ച പോലെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് സേജീൻ്റെ അടുത്ത് ഇന്നും ഒരു പ്രാവശ്യം കൂടെ ഞാൻ പോയി ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് ഓടി സേജീനെ കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മുടെ സേജിനെ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവില്ലേ, അവൻ്റെ അടുത്ത് നിന്ന് അടി മേടിച്ച ആൾക്കാര്, അതിലൊരു ഗ്യാങ് അവിടെ വന്ന് നിന്നിട്ട് സേജിനെ കുറിച്ചിട്ട് സംസാരിക്കുകയായിരിക്കും. എവിടെയാണ് അവനെ കുറിച്ച് ഇഷ്ടംപോലെ റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ, എവിടെയാണ് കള്ളപ്പന്നി, അവനെ കിട്ടിയിരുന്നെങ്കിൽ അടിച്ച് കൊല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവരിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മുടെ ഗോഡ അത് കേട്ടിട്ട് നിങ്ങൾ സേജിനെ കുറിച്ചാണോ സംസാരിക്കുന്നതെന്ന് ചോദിക്കും. എന്നിട്ട് ഗോഡ വന്ന് അവരുടെ അടുത്ത് ചോദിക്കും നിങ്ങൾ സേജീന്റെ ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിക്കും. അപ്പൊ അവര് ദേഷ്യത്തിൽ ചോദിക്കും നീ ആരടാന്ന് ചോദിക്കും. അപ്പൊ ഗോഡ പറയും എന്റെ പേര് ഗോഡ എന്നാണ്, ഞാൻ അഗോരാഷി സ്കൂളിലാണ് പഠിക്കണേന്നൊക്കെ പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് അവൻ ചോദിക്കും എനിക്ക് സേജീന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കണമായിരുന്നു, നിങ്ങൾക്ക് സേജി എവിടെയാന്ന് വല്ല അറിയോന്ന് ചോദിക്കും. എന്നിട്ട് അവര് പറയും നിനക്ക് ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവനുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വെച്ചിരിക്കുന്ന പോലെയാണോ തോന്നുന്നതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഗോഡ വായി വെച്ച് ചുമ്മാ ഇരിക്കാണ്ട് നിങ്ങളും അവനെ പോലെ കുറ്റവാളികൾ തന്നെയല്ലേ എന്ന് ചോദിക്കും. പക്ഷെ സേജി ശരിക്കും കുറ്റവാളിയൊന്നും അല്ല, അവൻ നല്ല പേഴ്സൺ തന്നെയെന്ന് പറയും. എനിക്ക് അവനെ നന്നായി അറിയാമെന്നും പറയും. എന്നിട്ട് അവര് നമ്മുടെ ഗോഡയുടെ ടൈനെ പിടിച്ച് വലിച്ചിട്ട് നിനക്ക് ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ വല്ല പ്രാന്തമുള്ള മനുഷ്യന്മാർ നിൽക്കുന്ന പോലെയാണോ നിനക്ക് തോന്നുന്നതെന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ ഗോഡ ചോദിക്കും നിങ്ങൾ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടണേന്ന് ചോദിക്കും. അപ്പൊ അവര് പറയും ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കുറ്റവാളികളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവര് ദേഷ്യപ്പെടും. എന്നിട്ട് നമ്മുടെ ഗോഡേനെ അവര് തൂക്കിക്കൊണ്ടുപോവുകയും ചെയ്യും. എന്നിട്ട് അവൻ അവിടെ കിടന്ന് കാറും സേജി എന്നെ രക്ഷിക്ക് സേജി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ സേജീന്റെ ഫ്രണ്ട് ഇല്ലേ അവനിത് കാണുന്നുണ്ടാവും അവനെ തൂക്കിക്കൊണ്ടു പോണത്. അങ്ങനെ മിറ്റോരി സേജിയും കൂടെ കൂടിയിട്ട് വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മുടെ സേജി മിറ്റോരിന്റെ അടുത്ത് പറയും ഞാൻ പരീക്ഷയ്ക്ക് പതിവ് പോലെ പഠിക്കാണ്ട് പോയിട്ട് ഒന്നും ശരിയായിട്ട് എഴുതാൻ പറ്റിയില്ല, ഇനിയെങ്കിലും അടുത്ത എക്സാമിന് പഠിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. അപ്പൊ നമ്മുടെ
മിട്ടോരി എന്ത് ചെയ്യുന്നറിയോ, സേജി ഡൗൺ ആയിട്ടല്ലേ ഇരിക്കുന്നത്. അവള് പറയും വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മേക്കപ്പ് ടെസ്റ്റ് ഉണ്ട്, മറക്കണ്ടെന്ന് പറയും. അപ്പൊ നമ്മുടെ സേജി ഒരുമാതിരി പിന്നെ സങ്കടത്തിൽ പോയിട്ട് ഇതിനെ കഴിഞ്ഞും ബെറ്റർ എക്സാം തന്നെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കും അവൻ. അപ്പൊ നമ്മുടെ മിട്ടോരിക്ക് ഒരുമാതിരി സങ്കടാവും. മിട്ടോരി പറയും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്, നിന്നെ ഒന്ന് ചിയറപ്പ് ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്, ഞാൻ എന്താണെന്നുണ്ടെങ്കിലും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും സേജി എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ സംസാരിക്കും. അപ്പൊ നമ്മുടെ സേജി പെട്ടെന്ന് ചിരിച്ചിട്ട് അതൊന്നും കുഴപ്പമില്ല എന്ന് പറയും. എന്നിട്ട് സേജി അവളുടെ അടുത്ത് പറയും, ഞാൻ നിന്നെ കിട്ടുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും ഇങ്ങനെ വഴക്കുണ്ടാക്കാനും അടിയുണ്ടാക്കാനായിരുന്നു പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഇപ്പോഴാണ് പഠിത്തത്തിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കുന്നത്, ഇപ്പോഴാണ് ഞാൻ കുറച്ചെങ്കിലും പഠിക്കാനുള്ള സമയം കണ്ടെത്തണേന്ന് പറയും. പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവുന്നുണ്ട് നീ കാരണം എന്ന് പറഞ്ഞിട്ട് മിട്ടോരിന്റെ അടുത്ത് സേജി ഇങ്ങനെ പറയും. അപ്പൊ അത് കേട്ടപ്പോഴത്തേനും നമ്മുടെ മിട്ടോരിക്ക് നല്ല സന്തോഷമാവും. അപ്പൊ അത് പറഞ്ഞു വരുമ്പോഴത്തേനും സേജി അവിടെ കിടന്ന് പിന്നെയും പറയും, ഞാൻ പറയാൻ വന്ന പോയിന്റ് നിനക്ക് മനസ്സിലായില്ല, നീ ആരെങ്കിലും സംസാരിക്കാൻ വരികയാണെങ്കിൽ അവര് പറയണ എന്താണെന്ന് നീ ആദ്യം മനസ്സിലാക്കുന്നു പറഞ്ഞിട്ട് സേജി മിട്ടോരിന്റെ അടുത്ത് പറയും. അപ്പത്തേനും നമ്മുടെ മിട്ടോരിന്റെ ഫേവറേറ്റ് പാർക്കിലേക്ക് വരും അവര്. വന്ന ഉടനെ ആ വാട്ടർ ഫൗണ്ടെയിൻ ഇല്ലേ, അതിന്ന് വെള്ളം വരും. പെട്ടെന്ന് രണ്ടുപേരും അത് നോക്കി നിൽക്കും. അപ്പൊ പെട്ടെന്ന് നമ്മുടെ സേജിക്ക് അന്ന് ഇവർ രണ്ടുപേരും കൂടെ കൂടിയിട്ട് ഈ പാർക്കിലേക്ക് വരില്ലേ, അപ്പൊ മിട്ടോരി ഇതൊക്കെ പറയത്തില്ലേ, ഇതെന്റെ ഫേവറേറ്റ് പാർക്കാണ്, ഇവിടെ എന്റെ ഇഷ്ടം നിന്നോട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് അത് പറയാൻ സാധിച്ചിട്ടില്ല. പിന്നെ അവള് പറയും, നിന്റെ ഒപ്പം ഈ പാർക്കിൽ വന്ന് ഇങ്ങനെ നിൽക്കാൻ സാധിച്ചത് തന്നെ വലിയ കാര്യം, എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറയില്ലേ. അങ്ങനെ രണ്ടുപേർക്കും പെട്ടെന്ന് അത് ഓർമ്മ വരും. എന്നിട്ട് അവരിങ്ങനെ ആ ഫീൽ അവിടെ നോക്കി നിൽക്കും. എന്നിട്ട് മിട്ടോരി പറയും, ഈ സമയം അങ്ങനെ ഫ്രീസ് ആയി ഇവിടെ നിന്നിരുന്നെങ്കിൽ എന്ന് പറയും. എന്നിട്ട് മിട്ടോരി സേജിന്റെ നേരെ തിരിഞ്ഞിട്ട് പറയും, എനിക്ക് ഈ ഫൗണ്ടൻ എപ്പോഴും നിന്റെ ഒപ്പം ഇങ്ങനെ വന്ന് നിന്ന് കാണണം എന്ന് പറയും. അപ്പൊ സേജിയും പറയും, അതിനെന്താ, നമുക്ക് എപ്പോ ഇത് കാണണമെന്നുണ്ടെങ്കിലും നമുക്ക് തിരിച്ചു വന്ന് ഇത് കാണാ, എപ്പോഴും വന്ന് കാണാന്നൊക്കെ പറയും. എന്നിട്ട് സേജി പറയും, മതി എനിക്ക് വിശക്കുന്നുണ്ട്, നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കാന്ന് പറയും. അപ്പൊ മിട്ടോരി പറയും, ശരി പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവര് ഒരു കോഫി ഷോപ്പിൽ പോയിരിക്കും. അവിടെ നോക്കുകയാണെങ്കിൽ മൊത്തം കപ്പിൾസ് ആയിരിക്കും. അപ്പൊ നമ്മുടെ മിട്ടോരി സേജിന്റെ അടുത്ത് പറയും, നോക്ക് ഇവിടെ മൊത്തം കപ്പിൾസ് ആണ് ഇരിക്കണേന്ന് പറയും. അപ്പൊ നമ്മുടെ സേജിക്ക് ദേഷ്യം വരും. സേജി പറയും, എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കല്ലേ എന്ന് പറയും. എന്നിട്ട് സേജി പറയും, എനിക്കിവിടെ വിശന്നിട്ടായിരിക്കണം, എനിക്ക് ബാക്കിയുള്ള കപ്പിൾസിന്റെ ഒക്കെ ആ കൊഞ്ചിട്ടുള്ള വർത്താനമല്ല, എനിക്കത് കേൾക്കുമ്പോൾ ചൊറിഞ്ഞു വരുന്നുണ്ട് എന്ന് പറയും. അപ്പൊ നമ്മുടെ മിട്ടോരി പറയും, അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഉണ്ടല്ലോ നിനക്ക് കപ്പിളായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് മിട്ടോരി ചോദിക്കും. എന്നിട്ട് സേജി ഇരുന്ന് അങ്ങ് ആലോചിക്കും, എന്നോട് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു കൊച്ച് എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. എന്നിട്ട് നമ്മുടെ മിട്ടോരി പറയും, ഞാൻ അവിടെ ഉണ്ടല്ലോ, എനിക്ക് ഈ ലോകത്തിലെ എന്തിനെ കഴിഞ്ഞ് നിന്നോടാണ് ഭയങ്കര ഇഷ്ടം എന്ന് പറയും. എനിക്ക് എൻ്റയർ യൂണിവേഴ്സിനെ കഴിഞ്ഞ് എനിക്ക് നിന്നെയാണ് ഭയങ്കര ഇഷ്ടം എന്ന് പറയും. അപ്പൊ നമ്മുടെ സേജി പാവ ഇതൊക്കെ കേട്ടിട്ട് ഒരുമാതിരി ഇങ്ങനെ സാഡായിട്ടിരുന്ന്, ദൈവമേ എവിടെയെങ്കിലും എനിക്കൊരു കൊച്ചിനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അപ്പത്തേനും നമ്മുടെ വെയിറ്റർ വരും, എന്നാ നിങ്ങളുടെ ഫുഡ് എന്ന് പറയും. അപ്പൊ നമ്മുടെ സേജി കലിപ്പില് എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേനും നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയായിരിക്കും അത്. അപ്പൊ നമ്മുടെ സേജിന്റെ വായിൽ കപ്പലോടും. എന്നിട്ട് ആ പെൺകുട്ടി എന്ത് ചെയ്യുമെന്ന് അറിയോ, ഫുഡ് നല്ല ഹോട്ടാണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവന്റെ ഭാഗത്തേക്ക് തിരിച്ചു വെക്കും. എന്നിട്ട് പറയും, നന്നായിട്ട് ഫുഡ് കഴിക്കുക, എൻജോയ് യുവർ മീൽ എന്ന് പറയും. എന്നിട്ട് അവള് പോവുകയും ചെയ്യും. എന്നിട്ട് നമ്മുടെ സേജി തിരിഞ്ഞു നിന്നിട്ട് അവളുടെ അടുത്ത് കുറെ വർത്താനമൊക്കെ പറയും. സേജിക്ക് വിടാൻ മനസ്സുണ്ടാവില്ല അവളെ. അപ്പൊ നമ്മുടെ പാവം മിഡോരി വന്ന് ഇങ്ങനെ സേജിനെ നോക്കും. സേജി ആണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടീനെ കണ്ടിട്ടുള്ള സന്തോഷത്തില്, എനിക്ക് ഈ റെസ്റ്റോറന്റ് ഭയങ്കര ഇഷ്ടമായി, ഈ റെസ്റ്റോറന്റ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് കാറും. എന്നിട്ട് മിഡോരി എന്ത് ചെയ്യുന്നറിയോ, സേജിനെ വിളിക്കും. സേജി എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി അങ്ങനെ വന്ന് അവള് നിന്നിട്ട് ചോദിക്കും, നീ എന്താണ് ആലോചിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ സേജി ചോദിക്കും, നീ എന്തിനെ കുറിച്ചാ സംസാരിക്കണേന്ന് ചോദിച്ചിട്ട് അവളെങ്ങനെ നോക്കും. അങ്ങനെ ആ ഫുഡ് അവൻ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴത്തേനും ആ സേജിയുടെ കൂട്ടുകാരനില്ലേ, അവൻ വന്ന് കണ്ണാടിയിൽ ഇങ്ങനെ തട്ടിയിട്ട് ഉള്ളിലേക്ക് വരും. ഞാൻ നിന്നെ എവിടെയൊക്കെ തെരഞ്ഞൂന്ന് അറിയോ നിനക്ക് എന്ന് ചോദിക്കും. അപ്പൊ സേജി പറയും, ഇല്ലടാ ഞാൻ സെൽഫോൺ വീട്ടിൽ വന്ന് മറന്നു വെച്ചു വന്നു, എന്താ കാര്യം എന്ന് ചോദിക്കും. അപ്പൊ അവൻ ആ നടന്ന കാര്യങ്ങൾ പറയും. അവിടെ നിന്നെ അന്വേഷിച്ച ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, അയാളെ ഒരു ആൾക്കാർ പിടിച്ചോണ്ട് പോയി, നിന്നെ അന്വേഷിച്ചായിരിക്കും പിടിച്ചോണ്ട് പോയിട്ടുണ്ടാവുക എന്നൊക്കെ പറയും. അപ്പൊ സേജി ചോദിക്കും, എനിക്ക് അങ്ങനെ ആരെ അറിയില്ലല്ലോ, നിനക്ക് വല്ല അടയാളങ്ങളോ കാര്യങ്ങളോ വല്ല അറിയോന്ന് ചോദിക്കും അവന്റെ അടുത്ത്. അപ്പൊ അവൻ അങ്ങനെ ആലോചിച്ചിട്ട് പറയും, അവനെ കാണാൻ മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന പോലെ ഉണ്ടായിരുന്നു എന്ന് പറയും. അപ്പൊ സേജി പറയും, എനിക്ക് മിഡിൽ സ്കൂളിൽ പഠിക്കുന്നവരെ ആരെ അറിയില്ലല്ലോ എന്ന് പറയും. എന്നിട്ട് അവൻ പറയും, എന്തായാലും നിനക്ക് ലക്കില്ല, നീ അൺലക്കിയാണ്, അതുകൊണ്ടായിരിക്കും അവനെ എടുത്തിട്ട് പോയിട്ടുണ്ടാവുക, നിന്നെ കണ്ടുമില്ലല്ലോ എന്ന് പറയും. എന്നിട്ട് അവർ രണ്ടുപേരും കൂടിയിട്ട് ഇരുന്ന് ചിരിക്കും. ചിരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ സേജി എന്ത് ചെയ്യുന്നറിയോ, ഒരു കാലെടുത്തിട്ട് അവന്റെ മണ്ടയ്ക്കിട്ട് ഒരെണ്ണം കൊടുക്കും. അപ്പൊ നമ്മുടെ മിഡോരിക്ക് പെട്ടെന്ന് ഓർമ്മ വരും. മിഡോരി ചോദിക്കും, അത് നമ്മുടെ ഗോഡയായിരിക്കും എന്ന് ചോദിക്കും. അപ്പൊ സേജി എന്ത് ചെയ്യും, ഇനിയിപ്പോ ഗോഡയാണെന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറന്റിൽ നിന്ന് വേഗം ഇറങ്ങി ഓടും.
എന്നിട്ട് സേജ് ഇങ്ങനെ ഓടും. അപ്പോൾ മിഡോരി ചോദിക്കും, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് ചോദിക്കും. അപ്പോൾ സേജ് പറയും, ഓ എന്നെ കാരണം വേറെ ആൾക്കാരെ പിടിച്ച് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ അവനെ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് സേജും കലിപ്പിലായിരിക്കും ഓടുണ്ടാവുക. എന്നിട്ട് നമ്മുടെ ഗോഡേനെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കൈയൊക്കെ കെട്ടി മുറുക്കി ഇങ്ങനെ ഇടിച്ചിട്ടുണ്ടാവും. അപ്പൊ ഗോഡ പറയും, ഇങ്ങനെ എനിക്ക് ഡ്രസ്സ് താ, എന്തിനാ എന്നെ ഇങ്ങനെയൊക്കെ ഇട്ട് ചെയ്യണേന്ന് ചോദിക്കും. എന്നിട്ട് അവരിട്ട് ഇങ്ങനെ കലിപ്പിൽ വർത്താനം പറയും, നീ ഒന്നും മിണ്ടാതിരിക്കടാ, നിന്നെ ഞാനിന്ന് ശരിയാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് ഗോഡയാണെന്നുണ്ടെങ്കിലോ പറയും, ഇങ്ങനെ നമ്മള് വഴക്കുണ്ടാക്കി അടി ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല, നമുക്ക് ഉള്ളത് ഫ്രണ്ട്ഷിപ്പാണ്, നമ്മൾ വർത്താനം പറഞ്ഞ് കാര്യങ്ങൾ ഇങ്ങനെ തീരുമാനം എടുക്കണം, ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ കിടന്ന് പ്രസംഗിക്കും. അപ്പൊ പിന്നെ അവർക്ക് കലിപ്പാകും. അപ്പത്തേനും നമ്മുടെ സേജി അവന്റെ അടുത്തേക്ക് ഓടിയെത്തും. എന്നിട്ട് സേജിന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പറയും, നീ ഇവിടെ നിന്നെല്ലാം കണ്ടാൽ മതി, ഞാൻ പോവാ, നീ ഉള്ളിൽ വരണ്ടാന്ന് പറയും. അപ്പൊ അവൻ ആ ശരിയെന്നും പറയും. എന്നിട്ട് അവരിങ്ങനെ കൂടെ നിന്ന് വർത്താനം പറയുന്നുണ്ടാവും. ഇവൻ എന്തായാലും സേജിനെ അറിയാസോ, നമുക്ക് ഇവൻ എന്തായാലും സേജിനെ അറിയാസോ, ഇവനെ വെച്ച് നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മുടെ സേജി വന്നിട്ട് പറയും, അതിനൊന്നും ആവശ്യം ഉണ്ടാവില്ലടാ എന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് നിൽക്കും. എന്നിട്ട് സേജി വന്നിട്ട് ഗോഡേന്റെ വായിലിരിക്കുന്ന പ്ലാസ്റ്റർ ഊരി എടുത്തിട്ട് പറയും, നിന്നെ ഇവർ ഒരുപാട് ഉപദ്രവിച്ചോ, നീ നിക്ക്, ഒരു മിനിറ്റ് നിക്ക്, ഞാൻ ഇവർക്കൊക്കെ എന്താണ് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ഹീറോ പോലെ വർത്താനം പറയും. എന്നിട്ട് സേജ് അവിടെ എല്ലാവരെയും ചവിട്ടി തരിപ്പടാക്കി കൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് ഒരു നമ്പർ ഫൈറ്റ് കഴിഞ്ഞിട്ടും എല്ലാവരും കൂടെ കൂടിയിട്ട് പിന്നെ സേജിന്റെ വട്ടം കൂടി അവിടെ വന്ന് നിൽക്കും. എന്നിട്ട് സേജ് പറയും, നിങ്ങൾക്ക് എന്താടാ വേണ്ട സോംബീസേ എന്ന് ചോദിക്കും. എന്നിട്ട് അവര് പറയും, നോക്കടാ സേജിന്റെ റൈറ്റ് ഹാൻഡിൽ എന്തോ പറ്റിയിട്ടുണ്ട്, സോ നമുക്ക് അവനെ അടിക്കാന്ന് പറയും. അപ്പോൾ നമ്മൾ സേജ് പറയും, എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് മതിയടാ, നിങ്ങളൊക്കെ ഡീൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴത്തേനും അവര് സേജിനെ അടിച്ചൊടിച്ച് ദൂരെ എടുത്തെറിയും. എന്നിട്ട് നമ്മുടെ മിട്ടോരി, സേജി നമുക്ക് നിർത്താന്ന് പറയും. അപ്പൊ നമ്മുടെ സേജി മിട്ടോരിന്റെ തലേനെ ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട്, നീ തല താഴ്ത്തി വെച്ചോ, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴത്തേനും നമ്മുടെ ഗോഡ അവിടെ നിന്ന് ഓടി വരും. നിർത്ത് ഇത് എന്ന് പറഞ്ഞിട്ട് ഓടി വരും. അപ്പൊ അതിലൊരുത്തം വന്നിട്ട് ഗോഡേനെ ഒരൊറ്റ അടിയടിക്കും. ഗോഡ ദൂരെ പോയിട്ട് ഒരു പലകയിൽ തല ഇടിച്ചിട്ട് അവിടെ കിടക്കും. അപ്പൊ നമ്മുടെ ഗോഡേനെ അടിച്ച് നമ്മുടെ സേജിനെ അടിച്ചില്ലേ, മിട്ടോരിക്ക് ദേഷ്യം വരും. മിട്ടോരി എഴുന്നേറ്റിട്ട് അവിടെ ഒരു പിന്ന് കിടപ്പുണ്ടായിരിക്കും, അതിനെ എടുത്തിട്ട് അവള് ഒരുത്തന്റെ മണ്ടയ്ക്കിട്ട് ഇടിക്കും. എന്നിട്ട് നമ്മുടെ സേജിയും അടിക്കാൻ തുടങ്ങും. എന്നിട്ട് എല്ലാവരെയും മിട്ടോരി സേജിയും കൂടെ കൂടിയിട്ട് അടിച്ചോടിക്കും. എന്നിട്ട് സേജീനെ അടിക്കാൻ വന്നവരൊക്കെ അവിടെ തകർന്ന് തരിപ്പടായിട്ട് കിടക്കുമായിരിക്കും. അപ്പൊ സേജി മിട്ടോരും കൂടിയിട്ട് നന്നായിട്ട് കിതച്ചിട്ട് പറയും, എന്തായാലും നമ്മളെ കൊണ്ട് സാധിച്ചു എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചു നിൽക്കുകയായിരിക്കും. അപ്പൊ നമ്മുടെ ഗോഡ അപ്പത്തേനും എഴുന്നേറ്റ് വന്നിട്ട്, എന്താ അത്, മിട്ടോരിയാണോ, സേജിയുടെ റൈറ്റ് ഹാൻഡ് ആയിട്ടാണോ മിട്ടോരി ഇരിക്കണേന്ന് പറഞ്ഞിട്ട് അവന് ബോധം ഉണ്ടാവില്ല, അവന്റെ തലയ്ക്ക് അടി കിട്ടിയിട്ട്. എന്നിട്ട് അവനവിടെ താഴെ വീഴുകയും ചെയ്യും ബോധം കെട്ട്. എന്നിട്ട് സേജ് വേഗം ഓടിപ്പോവും ഗോഡേന്റെ അടുത്ത്. ഗോഡ എണീക്ക്, ഞാൻ പറയണ എന്തേലും കേൾക്കുന്നുണ്ടോന്ന് എനിക്കെന്ന് ചോദിക്കും. എന്നിട്ട് മിട്ടോരി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും, ഞാൻ കാരണം ഇപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ബുദ്ധിമുട്ടായല്ലോ എന്ന് പറഞ്ഞിട്ട് മിട്ടോരി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും. എന്നിട്ട് മിട്ടോരി ഇങ്ങനെ കരുതും, എനിക്ക് അതൊക്കെ കണ്ടിട്ട് വെറുതെ ഇരിക്കാനും പറ്റിയില്ല, പക്ഷെ ഗോഡ ഞങ്ങളുടെ സീക്രട്ട് എന്തായാലും കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് അവൾ ആലോചിക്കും. ഓക്കെ ഗായ്സ്, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും കഴിഞ്ഞു. ഇനി ഇവര് എത്ര ദിവസം ഇങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരിക്കും ഇവർക്ക് എന്തായിരിക്കും ഹാപ്പിനെസ് തരുന്നുണ്ടാവുക? അടുത്ത എപ്പിസോഡിൽ ഇവരുടെ പെട്ടെന്നുള്ള സെപ്പറേഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അടുത്ത ഇവരെങ്ങനെയായിരിക്കും ഒരുമിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കാണാം. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.